1776 എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയ്ക്ക് തന്നെ തുടക്കം കുറിച്ചൊരു പുസ്തകമാണ് ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. ആഡം സ്മിത്ത് ഈ ഒരു വെൽത്ത് ഓഫ് നേഷൻ എന്ന കൃതിയിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു സിദ്ധാന്തമാണ് ലെയ്സേ ഫെയർ സിദ്ധാന്തം എന്നേവർക്കും അറിയാം. എന്നാൽ വെൽത്ത് ഓഫ് നേഷൻ എന്ന കൃതിയിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ച മറ്റൊരു സിദ്ധാന്തമായിരുന്നു അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി. ശരിക്കും മോഡേൺ എക്കണോമിക്സിന്റെ പിതാവായി നമ്മൾ ആഡം സ്മിത്തിനെ വിശേഷിപ്പിക്കുന്നതിന്റെ പ്രധാന കാരണം അദ്ദേഹം ആ ഒരു പുസ്തകത്തിലൂടെ തന്നെ മുന്നോട്ട് വെച്ച ഈ ഒരു സിദ്ധാന്തമാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി. എന്താണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി? വടക്കൻ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിലെ 13 കോളനികൾ മാതൃരാജ്യമായ യൂറോപ്പുമായി ട്രേഡ് നടത്തിയിരുന്നു. എന്നാൽ യൂറോപ്പിലേക്ക് മാത്രം വ്യാപാരം നടത്തിയാൽ മതിയെന്നും അത് ബ്രിട്ടന്റെ കപ്പലിൽ മാത്രം നടത്തിയാൽ മതിയെന്നുമുള്ള കുറച്ച് തടസ്സങ്ങൾ ബ്രിട്ടൻ അമേരിക്കയുടെ മുന്നിൽ അടിച്ചേൽപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വ്യാപാര തടസ്സങ്ങൾ ആഗോളതലത്തിൽ ഉൽപ്പാദനം കുറയുന്നതിന് കാരണമാകും എന്നതാണ് ആഡം സ്മിത്ത് അദ്ദേഹത്തിന്റെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയിലൂടെ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ മോഡേൺ എക്കണോമിക്സ് തന്നെ നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി തന്നെ നമ്മളോട് പറയുന്നത്, സ്വതന്ത്ര വ്യാപാര കരാറിനെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ്. അടുത്തിടെ 2026 ജനുവരി ഈ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് കേട്ട ന്യൂസാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായി ട്രേഡ് ഡീലിൽ ഏർപ്പെട്ടൊരു കാര്യം. മദേഴ്സ് ഓഫ് ഓൾ ഡീൽ എന്ന പേരിൽ നമ്മളൊരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇന്ത്യയും യൂറോപ്പും തമ്മിൽ ഒപ്പുവെച്ചു. ശരിക്കും 2007 മുതൽ നമ്മൾ മുന്നോട്ട് വച്ചൊരാശയമാണ് ഇങ്ങനൊരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കുക എന്നുള്ളത്. യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങളും കൂടി ആഗോളതലത്തിൽ അവരുടെ GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ലോകതലത്തിലെ 25%. അതുപോലെ ഗ്ലോബൽ ട്രേഡിൻ്റെ അത് 30% വരും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു യൂറോപ്യൻ യൂണിയനുമായിട്ട്, അല്ലെങ്കിൽ ഇത്രയും വ്യാപാരം നടത്തുന്ന യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവയ്ക്കുക എന്നത് രാജ്യത്തിൻ്റെ ഒരു സ്വപ്നം തന്നെയായിരുന്നു. ഈ ഒരു ട്രേഡ് ഡീൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആഗോള വളർച്ചയ്ക്ക്, ഇന്ത്യയുടെ GDP വളർച്ചയ്ക്ക് വലിയ ഉത്തേജനം തരുന്ന ഒന്ന് തന്നെയായിരിക്കും. ഇന്ത്യ ഇന്ന് 4ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ്. ഇനി നമ്മൾ ജപ്പാനെയും പിന്തള്ളിക്കൊണ്ട് ഇന്ത്യ 4ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി വരുമ്പോൾ നമ്മുടെ മുന്നിലുള്ള അടുത്തൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ആകണമെന്നുള്ളതും 5 ട്രില്യൺ എക്കോണമി ആകണമെന്നുള്ളതും അതോടൊപ്പം 2047 ഒരു വികസിത ഭാരതമാകണമെന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നം തന്നെയാണ്. അതിന് ഉത്തേജനം പകരുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു ഇന്ത്യ യൂറോപ്യൻ ഡീൽ എന്നുള്ളത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ മാത്രം ഒരു ട്രേഡ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. മദേഴ്സ് ഓഫ് ഓൾ ഡീൽ എന്നതിനെ വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണം പ്രധാനമായിട്ടും ഗുഡ്സ്, സർവീസ്, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ IPR ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. തുടർന്ന് ഈ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഒരു കാതലാകും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.